നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. താരസംഘടനയായ അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനം സിദ്ദിഖ് രാജിവെച്ചു. സിദ്ദിഖിനെതിരെ ഒരു നടി ലൈംഗികാരോപണം ഉന്നയിച്ച സാഹചര്യത്തിലാണ് രാജി. 2 മാസം മുമ്പാണ് അമ്മയുടെ ജനറൽ സെക്രട്ടറി പദവിയിൽ സിദ്ദിഖ് എത്തിയത്. ആരോപണം ഉയർന്ന സാഹചര്യത്തിലാണ് നീക്കം. സിദ്ദിഖിനെതിരെ പോലീസ് കേസെടുക്കാനുള്ള സാധ്യത ഏറെയാണ്. ഇതോടെ അമ്മയുടെ താക്കോൽ സ്ഥാനത്ത് ആളില്ലാത്ത അവസ്ഥയായി. സിദ്ദിഖിന്റെ രാജി അമ്മയുടെ പ്രസിഡന്റ് മോഹൻലാൽ അംഗീകരിച്ചു കഴിഞ്ഞു. ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് രാജിയെന്ന് സിദ്ദിഖും പ്രതികരിച്ചു. അമ്മയുടെ പ്രസിഡന്റിനെ ഇമെയിലായാണ് സിദ്ദിഖ് അറിയിച്ചത്. അമ്മയുടെ ജനറൽ സെക്രട്ടറിയായി സിദ്ദിഖ് തുടരുന്നത് സംഘടനയെ പ്രതിസന്ധിയിലാക്കുമെന്ന് സംഘടന വിലയിരുത്തി. ഇതിനുശേഷമാണ് സിദ്ദിഖ് രാജിവെച്ചത്. ഈ കേസ് സിദ്ദിഖ് വ്യക്തിപരമായി നേരിടേണ്ടി വരും. ആരോപണം ഉയർന്നപ്പോൾ തന്നെ സിദ്ദിഖ് രാജിവെച്ചുവെന്ന ചർച്ച അമ്മയും ചർച്ചയാക്കും. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തിനെതിരെയും ആരോപണമുണ്ട്. തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ സ്വമേധയാ രാജിവെക്കുന്നു എന്നാണ് സിദ്ദിഖ് മോഹൻലാലിന് അയച്ച കത്തിലുള്ളത്. നടൻ സിദ്ദിഖ് ഉപദ്രവിച്ചുവെന്ന് യുവനടി ഇന്നലെ ആരോപിച്ചിരുന്നു. പല സുഹൃത്തുക്കൾക്കും സിദ്ദിഖിൽ നിന്ന് ഇതേ അനുഭവം ഉണ്ടായിട്ടുണ്ടെന്നും അവർ വെളിപ്പെടുത്തിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് സിദ്ദിഖ് രാജിവെക്കുന്നത്. മോഹൻലാലും രാജിയെ അനുകൂലിച്ചു. ഇതിനുശേഷമാണ് സിദ്ദിഖ് കത്തയച്ചതെന്നാണ് സൂചന. ഇതോടെ ആർക്കെതിരെ ആരോപണം ഉയർന്നാലും ഇനി അവർക്കെല്ലാം സ്ഥാനമാനങ്ങൾ ഉണ്ടെങ്കിൽ രാജിവെക്കേണ്ടി വരും. +2 കഴിഞ്ഞ സമയത്ത് സമൂഹ മാധ്യമം വഴി സിദ്ദിഖ് ബന്ധപ്പെട്ടിരുന്നു. പിന്നീട് സുഖമായിരിക്കട്ടെ എന്ന സിനിമയുടെ പ്രിവ്യൂ ഷോ കഴിഞ്ഞ് മസ്കറ്റ് ഹോട്ടലിൽ ചർച്ചയ്ക്ക് വിളിച്ചു. അന്ന് തനിക്ക് 21 വയസ്സാണ്. അവിടെ ചെന്നപ്പോഴാണ് ലൈംഗികമായി ഉപദ്രവിച്ചത്. അയാൾ എന്നെ പൂട്ടിയിട്ടു. അവിടെ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു എന്ന് നടി പറഞ്ഞു. 2019 തന്നെ ഈ കാര്യം തുറന്നു പറഞ്ഞിട്ടുണ്ടെന്നും സിനിമയിൽ നിന്ന് മാറ്റി നിർത്തിയതിനാൽ ഇപ്പോൾ ഒന്നും നഷ്ടപ്പെടാനില്ലാത്തതുകൊണ്ടാണ് സധൈര്യം തുറന്നു പറയുന്നതെന്നും നടി വിശദീകരിച്ചിരുന്നു. +2 വിദ്യാർത്ഥിയായിരിക്കെ സിനിമയിൽ അവസരം നൽകാമെന്ന് പറഞ്ഞ് തന്നെ ലൈംഗികമായി ചൂഷണം ചെയ്തുവെന്നും ഇതിൽ തുറന്നു പറഞ്ഞതിന്റെ പേരിൽ ഒറ്റപ്പെടേണ്ടി വന്നുവെന്നും നടി പ്രതികരിച്ചിരുന്നു. ഒരു ചെറിയ കുട്ടിയോടാണ് സിദ്ദിഖ് അതിക്രമം കാണിച്ചത്. മോളെ എന്ന് അഭിസംബോധന ചെയ്താണ് സംസാരിച്ചത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ വെളിപ്പെടുത്തലുകൾ ക്രിമിനൽ കുറ്റമാണെന്ന് പറഞ്ഞ സിദ്ദിഖും ക്രിമിനൽ തന്നെയാണ്. ഇത്തരം ചൂഷണങ്ങൾ പല അനുഭവസ്ഥരും തുറന്നു പറഞ്ഞതാണ്. ഈ വെളിപ്പെടുത്തൽ അത്ര എളുപ്പമല്ല എന്നാണ് നടി പറയുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സർക്കാർ ഉചിതമായ നടപടി എടുക്കുമെന്നാണ് പ്രതീക്ഷ.